രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലും ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കണമെന്ന്. അല്ലാഹു തആല പറഞ്ഞു വഖവാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു തേടാൻ പാടുകയുള്ളൂ, എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. തൗഹീദിനെ പറ്റി പറഞ്ഞു, അള്ളാഹുവിനോടുള്ള കടമ ഏറ്റവും വലിയ ബാധ്യത. അതിനുശേഷം അള്ളാഹു തആല പറഞ്ഞത് സൃഷ്ടികളിൽ ഒരു മനുഷ്യൻ കടമപ്പെട്ടിട്ടുള്ള, അവനിവിടെ ജനിക്കാൻ കാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ കാര്യമാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണമെന്നുള്ളത്. അതിനെ തുടർന്ന് അള്ളാഹു തആല പറയുന്നുണ്ട് വഖ്ബിർ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നീ അവർക്ക് മുമ്പിൽ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം, അവർക്ക് അത്രയും പുണ്യം നിർവഹിക്കണം, അവർക്ക് വേണ്ടി, അവർക്ക് കാരുണ്യം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും വേണം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ തൗഹീദിനെ തകർക്കുന്ന ശിർക്കിനെ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഉഖൂഖുൽ വാലിദൈനെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കുകയുണ്ടായി, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, ഞാൻ വൻപാപങ്ങളെ കുറിച്ച് നിങ്ങളെ അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു ബലാ യാ റസൂലല്ലാഹ്, റസൂലെ അറിയിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊരു സമനെ, മറ്റൊരാളെ സ്ഥാപിക്കലാണ്. എന്നിട്ട് പറഞ്ഞു വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. സഹോദരങ്ങളെ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, അവരെ ദുഃഖിപ്പിക്കുക, അത് വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഏത് തരത്തിലായാലും ഗൗരവമുള്ള കാര്യമാണ്. അവരുടെ അടുക്കൽ ഉറക്കെ ഉച്ചത്തിൽ സംസാരിക്കുക, അവരോട് ഉച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളത് വരെ പണ്ഡിതന്മാർ ആ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അവരെ കോപിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടം പോലും ഉഖൂഖുൽ വാലിദൈനിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ആ ഒരു കാര്യം സംഭവിച്ചു പോയാൽ ദുനിയാവിൽ വെച്ച് തന്നെ മരണത്തിന് മുമ്പ് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റഗിമ അൻഫു മൻ അദ്റക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമാ ഔ കിലൈഹിമാ ഫലം യദ്ഖുൽ ജന്ന. ഒരാൾക്ക് നാശം, അവന്റെ മാതാപിതാക്കളെ വാർദ്ധക്യ അവസ്ഥയിൽ അവൻ ലഭിച്ചു, ഒരാളെയോ രണ്ടാളെയോ, എന്നിട്ടും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം.